നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ അഴിമതിക്കാരനെയാണോ താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിക്കുന്നത്? പദവികളും അധികാരവും കൊടുത്ത് വാഴിക്കുന്നത്? സർക്കാർ അഴിമതിക്ക് കൂട്ടുനിന്ന് കൊടുക്കുകയാണോ? മറുപടി പറയണം. വി.ഡി. സതീശനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ കോടികളുടെ അഴിമതി കേസിൽ CBI വിചാരണ നേരിടുന്ന ഡോക്ടർ കെ രതീഷിനെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് തുടർച്ചയായി നിയമിച്ച നടപടിയിൽ സർക്കാരിനെതിരെ വടിയെടുത്ത് ഹൈക്കോടതി. ഇത്രയും വലിയ അഴിമതിക്കാരനെയോ 3 പ്രധാന സ്ഥാപനങ്ങളുടെ തലപ്പത്ത് നിയമിച്ചത് എന്ന് അമ്പരപ്പോടെയാണ് കോടതി ചോദിച്ചത്. അഴിമതിക്ക് കൂടുതൽ സാധ്യതയുള്ള തസ്തികകളിൽ തന്നെയാണ് അയാളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. കെ രതീഷിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി വിഷയത്തിൽ 4 ആഴ്ചയ്ക്കകം വിശദമായ മറുപടി നൽകാൻ സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. കൃത്യമായ ഉത്തരം കിട്ടിയിരിക്കണം എന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് കട്ടയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർ ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാക്കുണ്ട്. അതായത്, മുൻ സർക്കാരിന്റെ കാലത്ത് അവർക്ക് പറ്റിയ പിഴവുകൾ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ തെറ്റുകൾ ആവർത്തിക്കില്ല എന്നായിരുന്നു. എന്നാൽ അതേ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഈ സർക്കാരിന്റെ കാലത്തും. ചിലരെയൊക്കെ, അതായത് അവർ അഴിമതിക്കാരാണ്, അഴിമതി കേസുകളിൽ ഉൾപ്പെട്ടവരാണ്, അന്വേഷണം നേരിടുന്നവരാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ താക്കോൽ സ്ഥാനങ്ങളിൽ അവരെ നിയമിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു നെറികെട്ട രീതി ഈ സർക്കാരും പിന്തുടരുന്നത്? ഈ അഴിമതിക്കാരെ വാഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ഈ അഴിമതിക്കാരെ വാഴിച്ചുകൊണ്ട് വീണ്ടും ഇവിടുത്തെ ജനങ്ങൾക്കും ഖജനാവിനും വലിയ ചോർച്ചയുണ്ടാക്കുകയാണ് ഈ സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അഴിമതിക്കാർക്ക് വീണ്ടും കൈയിട്ട് വാരാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു. സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പൊതുപ്രവർത്തകനായ KM ഷാജഹാൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് സർക്കാരിനെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തിയത്. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ നടന്ന 6000 കോടിയുടെ തോട്ടണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ 1ാം പ്രതിയാണ് KA രതീഷ്. ഹൈക്കോടതിയുടെ മുൻ ഉത്തരവുകളെ തുടർന്ന് ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് സർക്കാർ അനുമതി നൽകിയതുമാണ്. എന്നാൽ ഗുരുതരമായ വിചാരണ നേരിടുന്ന ഇയാൾ നിലവിൽ ഖാദി ബോർഡ് സെക്രട്ടറി, കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് MD, കേരള ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് CEO എന്നീ പ്രമുഖ പദവികളിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കമ്പനീസ് നിയമപ്രകാരം ഒരാൾക്ക് പരമാവധി 5 വർഷം മാത്രമേ ഒരു സ്ഥാപനത്തിന്റെ MD ആയിരിക്കാൻ കഴിയൂ എന്നിരിക്കെ 11 വർഷത്തിലേറെയായി ഇയാൾ ഒരേ സ്ഥാനത്ത് തുടരുകയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. വിജിലൻസ് ക്ലിയറൻസുകളോ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മാനദണ്ഡങ്ങളോ പാലിക്കാതെയാണ് നിയമനം നടത്തിയത്. നേരത്തെ അഴിമതി കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചതിനെതിരെ ഹൈക്കോടതിയും കോടതിയലക്ഷ്യ നടപടികളുമായി മുന്നോട്ടു പോയിരുന്നു. തുടർന്ന് വ്യവസായ വകുപ്പിലെ ഉന്നത IAS ഉദ്യോഗസ്ഥർ കോടതിയിൽ നേരിട്ടെത്തി നിരുപാധികം മാപ്പ് അപേക്ഷിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് പുതിയ ഇടപെടൽ. CBI കേസിൽ 1ാം പ്രതിയായതിനെ തുടർന്ന് വിചാരണ അനുമതി നൽകിയ KA രതീഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുൻ സർക്കാരുകളും നിലവിലെ വി.ഡി. സതീശൻ സർക്കാരും സ്വീകരിച്ചു പോരുന്നത്. സർക്കാരുകൾ മാറിയിട്ടും 3 പ്രമുഖ പദവികളിലാണ് ഇയാൾ ഇപ്പോഴും തുടരുന്നത്. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് MD, ഖാദി ബോർഡ് സെക്രട്ടറി, ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് CEO എന്നീ തസ്തികകളിൽ ഇയാളെ വാഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? CBI അന്വേഷണം നേരിടുന്ന ഒരാളാണ്. അയാളെ എന്തിന് ഇത്രയും പദവികൾ കൊടുത്ത് ഇങ്ങനെ ഒരു അധികാര മേലങ്കി കൊടുത്തിരുത്തുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇലക്ട്രോണിക്സ് മേഖലയിലെ വനിതാ സഹകരണ സംഘങ്ങളുടെ അപെക്സ് ഫെഡറേഷനായ റൂട്രോണിക്സിന്റെ തലപ്പത്തും ഇയാളെ എത്തിച്ചു. കോടികളുടെ അഴിമതി ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥനെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് തലസ്ഥാനങ്ങളിൽ തുടരാൻ അനുവദിച്ചിരിക്കുന്നത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുകയാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് ലഭിച്ച അതേ സംരക്ഷണം രതീഷിന് ഇപ്പോഴും തുടർന്ന് ലഭിക്കുന്നു. അതായത് ഈ സർക്കാരിൽ നിന്നും ഇയാൾക്ക് സംരക്ഷണം കിട്ടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് വ്യവസായ പരിശീലന കേന്ദ്രത്തിലായിരുന്നു രതീഷിന് നിയമനം നൽകിയത്. പിന്നീട് ഇയാളെ ഇൻകൽ MD ആയി നിയമിച്ചു. അപ്പോഴാണ് CBI കേസിൽ പ്രതിയാകുന്നത്. ഇതോടെ ഇൻകലിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും കേസ് വിവരം പൂർണ്ണമായും മറച്ചുവെച്ച് ഇയാളെ ഖാദി ബോർഡ് സെക്രട്ടറിയാക്കി ഉയർത്തുകയായിരുന്നു. 2ാം പിണറായി സർക്കാരിലും ഇതേ സ്ഥാനത്ത് ഇയാൾ തുടർന്നു.
ഇതിനൊപ്പമാണ് മറ്റു ബോർഡുകളുടെ അധിക ചുമതലകളും നൽകിയിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ ലോക്കൽ കേബിൾ TV ഫ്രാഞ്ചൈസി നടത്തി സാമ്പത്തിക ബാധ്യതയിലാകുകയും ജപ്തി ഭീഷണി നേരിടുകയും ചെയ്തിരുന്ന സാധാരണ പശ്ചാത്തലത്തിൽ നിന്നാണ് രതീഷിന്റെ അത്ഭുതകരമായ വളർച്ച. 2002-ൽ PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്ന കാലത്താണ് ചാത്തന്നൂർ സ്പിന്നിംഗ് മില്ലിന്റെ MD-ആയി ഇയാളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത്. എന്നാൽ ആക്രി വിൽപ്പനയുടെ മറവിൽ പുതിയ മെഷീനറികൾ വിൽക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തെ തുടർന്ന് തൊഴിലാളി പ്രതിഷേധം ഉയർന്നതോടെ ഇയാളെ അവിടെ നിന്ന് മാറ്റി. അതായത് ഇയാളുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇരുന്ന പദവികളിൽ ഒക്കെ തന്നെ അഴിമതി നടത്തിയിട്ടുള്ള, വെട്ടിപ്പും തട്ടിപ്പും നടത്തിയിട്ടുള്ള ആളാണ്. തുടർന്ന് കാപെക്സ് MD-ആയി ഇയാളെ നിയമിച്ചു. അവിടെയും വൻ അഴിമതി ആരോപണങ്ങൾ ഉയരുകയും ധനകാര്യ പരിശോധനാ വിഭാഗം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് 2005-ൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ MD സ്ഥാനത്തിന്റെ അധിക ചുമതല കൂടി നൽകുന്നത്. 2007-ൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ രതീഷിനെ കാഷ്യൂ കോർപ്പറേഷന്റെ പൂർണ്ണ ചുമതലയുള്ള MD-ആക്കി. 2005 മുതൽ 15 വരെ നീണ്ട 10 വർഷക്കാലമാണ് ഇയാൾ ഈ സ്ഥാനത്ത് തുടർന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതിയിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് CBI അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ഇയാളെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി കിഡിൽ ഡയറക്ടറായി നിയമിച്ചു. CBI FIR രജിസ്റ്റർ ചെയ്തതോടെ 2016-ൽ LDF സർക്കാർ ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എന്നാൽ 2017-ൽ പൊതു സ്വകാര്യ സംരംഭമായ ഇൻകൽ MD-ആയി ഇയാൾ വീണ്ടും കരാർ വ്യവസ്ഥയിൽ ചുമതലയേറ്റു. എറണാകുളം മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിലുണ്ടായ തകരാറുകളും നിർമ്മാണത്തിലിരുന്ന കെട്ടിടം ഇടിഞ്ഞു വീണ് വിവാദമായതോടെ ബോർഡ് ഡയറക്ടർമാരുടെ ആവശ്യപ്രകാരം ഇയാളെ അവിടെ നിന്നും നീക്കി. തുടർന്നാണ് ഖാദി ബോർഡ് സെക്രട്ടറിയായും പിന്നീട് റൂട്രോണിക്സ് MD-ആയി അധിക ചുമതലയിലും നിയമിക്കുന്നത്. മിൽക്ക് ഖാദി വിൽപ്പന നടത്തുന്നതിലൂടെ ഒരു വർഷം 100 മുതൽ 125 കോടി രൂപ വരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തുണിത്തരങ്ങളും സാമഗ്രികളും ഖാദി ബോർഡിലേക്ക് വാങ്ങുന്നതിൽ വൻ ക്രമക്കേട് നടക്കുന്നതായും ആരോപണമുണ്ട്. രതീഷിന്റെ മുൻകാല പശ്ചാത്തലം കൂടി പരിഗണിക്കുമ്പോൾ ഈ ആരോപണത്തിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. ഓണക്കാലത്താണ് ഇത്തരം പർച്ചേസുകൾ ഭൂരിഭാഗവും നടക്കുന്നത്. കടകളുടെ നവീകരണത്തിന്റെ മറവിലും കോടികളുടെ ധനച്ചോർച്ച ഉണ്ടായതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. CBI കേസിന് പിന്നാലെ സംസ്ഥാന വിജിലൻസ് രതീഷിനെതിരെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിന് കേസെടുത്തിരുന്നുവെങ്കിലും പിന്നീട് സർക്കാർ ആ കേസ് എഴുതി തള്ളുകയായിരുന്നു. കശുവണ്ടി കോർപ്പറേഷനിൽ ഇരുന്ന കാലയളവിൽ വലിയ തോതിൽ ഇയാൾ സമ്പാദിച്ചു കൂട്ടുകയായിരുന്നു. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കം നിർമ്മിച്ച് മറിച്ചുവിറ്റതായും രതീഷിനെതിരെ ആരോപണമുണ്ട്. VD സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയതോടെ മന്ത്രിമാരുമായി അടുത്ത് വീണ്ടും തന്റെ കസേരകൾ സംരക്ഷിക്കാനുള്ള വഴികൾ രതീഷ് തേടിയിരുന്നു. ഖാദി ബോർഡിന്റെ കീഴിലടക്കം പരിപാടികൾ സംഘടിപ്പിച്ച് മന്ത്രിമാരെ ക്ഷണിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. എന്നാൽ ചില മന്ത്രിമാരെ ക്ഷണിച്ചപ്പോൾ അവർ രതീഷിന്റെ അഴിമതി നിറഞ്ഞ പശ്ചാത്തലം മനസ്സിലാക്കി പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. ഓണത്തോടനുബന്ധിച്ച് ഖാദി മേളകളാണ് ജില്ലകൾ തോറും സംഘടിപ്പിക്കുന്നത്. കശുവണ്ടി കേസിൽ കൂട്ടുപ്രതികളായി INTUC നേതാവ് R ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ ഉള്ളതുകൊണ്ടാണ് UDF നേതാക്കൾ തന്നെ സംരക്ഷിക്കുന്നത് എന്ന പ്രതീക്ഷ രതീഷ് വെച്ചു പുലർത്തുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രായപരിധി 65 വയസ്സായി നിജപ്പെടുത്തി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ 65 വയസ്സുകാരനായ രതീഷിന് ഇപ്പോഴും ഒന്നിലധികം പദവികൾ നൽകി സംരക്ഷിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞു. ഹൈക്കോടതി നിലപാട് ഘടിപ്പിച്ചതോടെ ഈ അഴിമതിക്കാരന്റെ കസേര തെറിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇവിടെ VD സതീശൻ സർക്കാരിൽ ഒരു കളങ്കം വീണിരിക്കുകയാണ്. അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു. അഴിമതിക്കാരെ താക്കോൽ സ്ഥാനങ്ങളിലും പദവികളിലും അധികാര കേന്ദ്രങ്ങളിലും ഇരുത്തുന്നു. അഴിമതിക്ക് കൂട്ടുനിന്നു കൊടുക്കുകയാണ് ഈ സർക്കാരും ചെയ്യുന്നത് എന്ന വലിയ ആരോപണം ശക്തമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.